ഹലോ ഗൈസ്, ഷെമിറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സോഷ്യലാണ്. സോഷ്യനകത്തുള്ളൊരു പാഠഭാഗത്തിലെ ഒരു ഇതാണ് പറയാൻ പോകുന്നത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത് ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ കാരണമാകാം. പിന്നെ ജലസംഭരണികളിലെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. പിന്നെ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം അതും ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നതാണ് ഗൈസ്. ഇനി അടുത്ത ഞാൻ പറയുന്നത് സുനാമികളെ പറ്റിയാണ്. സുനാമി എങ്ങനെയാണ് എന്നാൽ എന്ത്, സുനാമി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ വെച്ചാൽ കടലിനടിയിൽ ഉണ്ടാകുന്ന വൻ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉൽക്കകളുടെ പതനം എന്നിവ മൂലം ഉണ്ടാകുന്ന ആഘാത തരംഗങ്ങൾ അനേകം മീറ്ററുകളോളം ഉയർന്നു പോകുന്ന ഭീമൻ തിരമാലകൾ സൃഷ്ടിക്കുന്നു. ഇത്തരം തിരമാലകളാണ് സുനാമികൾ. ഗൈസ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് സുനാമിയിൽ നിന്ന് രക്ഷ നേടാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. കടൽ തീരകൾ പിന്നോട്ട് വലിയുന്നത് കാണുകയാണെങ്കിൽ അത് സുനാമി മുന്നറിയിപ്പായി കരുതി സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക. രണ്ടാമത്തെ പോയിന്റ്, ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുക. മൂന്നാമത്തെ പോയിന്റ്, അപകടഘട്ടം തരണം ചെയ്തു എന്ന് സ്വയം തീരുമാനിക്കാതെ ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കും. പിന്നെ നാലാമത്തെ പോയിന്റ്, രക്ഷപ്പെടാനുള്ള തിരക്കിനിടയിൽ വസ്തുവകൾ എടുക്കാനായി സമയം പാഴാക്കാതിരിക്കുക. ജീവനാണ് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിയണം. അഞ്ചാമത്തെ പോയിന്റ്, സുനാമിയിൽ പെട്ടുപോയ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ പിടിമുറുക്കി രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഈ 5 പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു. അത് സുനാമിയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങളാണ് ഈ 5 പോയിന്റ്. അപ്പോൾ ഗൈസ്, ഇത്രയല്ലായിരുന്നു ഇപ്പോഴത്തെ വീഡിയോ. ബൈ.